ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ വെണ്ടയ്ക്ക തീയലാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വെണ്ടയ്ക്ക 12 എണ്ണം, ചെറിയ ഉള്ളി 15 എണ്ണം, പച്ചമുളക് 3 എണ്ണം, കരിവേപ്പില കുറച്ച്, കടുക് 1/2 ടീസ്പൂൺ, വറ്റൽമുളക് 1 എണ്ണം, ശർക്കര ചെറിയൊരു പീസ്, വാളംപുളി ചെറിയൊരു കഷ്ണം, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 3/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കായപ്പൊടി 1/4 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, തേങ്ങ ചിരകിയത് 3/4 കപ്പ്. ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ഒന്ന് വറുക്കാൻ പോവാണ്. അപ്പം ആദ്യം നമുക്ക് തേങ്ങ ഒന്ന് വറുത്ത് വെക്കാം. നമ്മുടെ തേങ്ങ എല്ലാം ഒരേ വലിപ്പത്തിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും. നിങ്ങളപ്പോൾ അങ്ങനെ മേടിക്കുമ്പം ഒരേപോലെ അല്ലെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വറുത്താൽ മതി. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതൊന്ന് നല്ലതായിട്ടൊരു ബ്രൗൺ കളറാകണം. തേങ്ങയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ തീയിലിട്ട് വറുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, മുളക് പൊടി, പിന്നെ ഉലുവാപ്പൊടി. ഇത് നന്നായിട്ട് ഒന്ന് മൂക്കണം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലാണ് തീയൽ വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ വെണ്ടയ്ക്ക നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെണ്ടയ്ക്ക ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആ കൊഴുപ്പെല്ലാം ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുകൂടെ ഒന്ന് വാടണം നന്നായിട്ട്. അതിൻ്റെ കൂടെ 3 പച്ചമുളക്, 2 കരിവേപ്പില. ഇതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിതിൻ്റെ അകത്തേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനൊരു ചെറിയ നെല്ലിക്ക വലിപ്പമുള്ള പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ്. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും വെണ്ടയ്ക്ക എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പുളിയുടെ പച്ചച്ചോവയൊക്കെ ഒന്ന് മാറണം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ അരച്ച് വെച്ച് ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്താ ആ പുളിയെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അരപ്പിൻ്റെ അകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. വളരെ നൈസായിട്ട് അരച്ച് വേണം ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് മിക്സി കഴുകി നമുക്ക് ആ വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിക്കാം.
ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് മിക്സി കഴുകിയ വെള്ളം ഒഴിച്ചാൽ മതി. ഒന്ന് ഇളക്കി ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ മിക്സി കഴുകിയ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉപ്പൊക്കെ മതിയല്ലോ എന്ന് നോക്കണം. നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇതൊന്ന് വെന്തൊന്ന് കുറുകണം. ആ സമയത്ത് നമുക്ക് കടുക് പൊട്ടിക്കണം. ഈ സമയത്ത് ഒരു കാര്യം കൂടെ ചേർക്കണം. ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇവിടെ വെണ്ടയ്ക്ക തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കതിന് വേണ്ട കടുകും കൂടെ ഒന്ന് പൊട്ടിക്കാം. ഞാനിവിടെ പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെണ്ടയ്ക്ക നന്നായിട്ട് വെന്ത് കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി തുടങ്ങി അതിൻ്റെ വറ്റൽമുളകും കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കും. ഇത് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കായപ്പൊടി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഈ വെണ്ടയ്ക്കായിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അത് വെണ്ടയ്ക്കായ നന്നായിട്ട് വെന്ത് കുറുകിയിട്ടുണ്ട്. കണ്ടോ? സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തു. നമുക്കൊന്ന് 2 മിനിറ്റ് മൂടി വയ്ക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ നല്ല വെണ്ടയ്ക്ക തീയൽ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക തീയലാണിത്. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ചോറിൻ്റെ കൂടെ പച്ചമോരും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് വെണ്ടയ്ക്ക തീയലിൻ്റെ കൂടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്